ഏതായാലും ഈ കാര്യത്തിൽ രാഹുലിന് കുരുക്ക് മുറുക്കിക്കൊണ്ടല്ലേ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്? മനീഷ്. ബി ദിലീപ്കുമാർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 8ാം ദിവസം രാഹുൽ ഒളിവിൽ കഴിയുകയാണ്. ഇപ്പോഴിതാ രാഹുലിൻ്റെ അടുത്തേക്ക് SIT എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാഹുലിൻ്റെ ഡ്രൈവറെ, അവിടെ എത്താൻ സഹായിച്ച ഡ്രൈവറെയും കൂട്ടാളിയെയും ചോദ്യം ചെയ്തു വരികയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ പ്രതിഭാഗത്തിൻ്റെ വലിയ രീതിയിലുള്ള ആശങ്ക, രാഹുൽ ഈ കേസിൻ്റെ അന്തിമ വിധി കോടതി പറയും മുമ്പേ തന്നെ രാഹുൽ SITയുടെ മുൻപിലേക്ക് എത്തുമോ, രാഹുൽ അവിടെ പിടി വീഴുമോ, അങ്ങനെ പിടി വീഴുന്നതിന് തടയിടുക എന്ന രീതിയിലാണ് നോട്ട് ടു അറസ്റ്റ് ഏറ്റവും നിർണായകമാണ്. കാരണം ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജാമ്യ അപേക്ഷയിൽ വിധി തീർപ്പാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലതാമസം വരുന്നത് ഈ കേസിലെ വി ദിലീപ്കുമാർ പറഞ്ഞതുപോലെ തന്നെ വിവരങ്ങൾക്കപ്പുറത്ത് തെളിവുകളെ സമർപ്പിച്ചത് ഏറ്റവും കൂടുതലുള്ളത് ഡിജിറ്റൽ തെളിവുകളാണ്. ഈ ഡിജിറ്റൽ തെളിവുകൾ സ്വാഭാവികമായും കോടതിക്ക് പരിശോധിക്കാൻ, അത് ശാസ്ത്രീയമായി പരിശോധിച്ച് അത് ഉറപ്പുവരുത്താനൊക്കെ തന്നെ അതിൻ്റേതായ കാലതാമസമുണ്ട്. അതൊക്കെ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഈ കേസിൽ പ്രാഥമികമായും ഇപ്പോൾ ഇത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടൊരു വിധി പറയുക. അതുകൊണ്ട് ആ കാലതാമസം പ്രതിഭാഗത്തിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെയാണ് അതുവരെയും അറസ്റ്റ് തടയുക എന്ന തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനൊരു നീക്കത്തിലേക്ക് പ്രതിഭാഗം കടക്കുക. പക്ഷേ ഇവിടെ ഇന്നലെ തന്നെ പ്രോസിക്യൂഷൻ നിരത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, അതായത് വാക്കാൽ പറയുന്നതല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ പെൺകുട്ടി, അതായത് അതിജീവിത അന്ന് ഈ ഗർഭചിത്രം നടത്തിയ ശേഷം ആശുപത്രിയിൽ താമസിച്ചതിൻ്റെ, അന്ന് ഡോക്ടർമാർ ചികിത്സ നൽകിയതിൻ്റെ, അവർ പരിപാലിച്ചതിൻ്റെ, ശുശ്രൂഷ നൽകിയതിൻ്റെ ഒക്കെ തന്നെ മെഡിക്കൽ രേഖകൾ, അന്നത്തെ ഡോക്ടർമാരുടെ മൊഴികളൊക്കെ തന്നെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. പക്ഷേ ഈ കേസിൽ അത് മാത്രം പോരാ. കാരണം ഇത്രയും കാലയളവ് കഴിഞ്ഞ് ഒരു പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് വരുന്നു. ആ സമയത്തുള്ള ചില വ്യക്തമായ തെളിവുകളുടെ അഭാവം എന്താണെങ്കിലും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുണ്ട്. അത്തരത്തിലുള്ള തെളിവുകളുടെ അഭാവത്തിൽ രാഹുലിൻ്റെ ജാമ്യം നിഷേധിച്ച് SITയുടെ മുമ്പിൽ രാഹുൽ എത്തിയാൽ മാത്രമേ പ്രധാനപ്പെട്ട തെളിവുകൾ ചോർന്നു പോകാതെ അന്വേഷണ സംഘത്തിന് നിലവിലെടുക്കാൻ സാധിക്കുള്ളൂ. കാരണം ഈ കേസിൻ്റെ ഭാവിയെ സംബന്ധിച്ചും അന്വേഷണ സംഘത്തിൻ്റെ ആശങ്ക, രാഹുൽ ഇപ്പോൾ ഒളിവിൽ കഴിയുമ്പോഴും രാഹുലുമായി ബന്ധപ്പെട്ട സ്വാധീനമുള്ള, സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള, പണവും ബലവുമുള്ള മറ്റു ആളുകൾ സമാന്തരമായി രാഹുലിനെ ഒളിവിൽ മനീഷ്, ഇപ്പോൾ വരുന്ന പുതിയ വിവരം പ്രോസിക്യൂഷന്റെ വാദവും ആരംഭിച്ചിരിക്കുന്നു എന്നതാണ്. പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ ചില വിവരങ്ങൾ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നതാണ്. പുതിയ വിവരങ്ങൾ കൂടി സമർപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് രണ്ടാമതുയർന്ന ആരോപണം അടക്കമുള്ള വിഷയങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിരുന്നു. ജനപ്രതിനിധിയാണ്, സ്വാധീനമുള്ളയാളാണ്, അതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ ബാധിക്കും എന്ന നിലയിലുള്ള വാദമായിരിക്കും സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ഉയർത്താൻ ഇടയുള്ളത്. നേരത്തെ തന്നെ ആ നിലയിലുള്ള സൂചനകളാണല്ലോ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കൂടുതൽ വിവരങ്ങൾ കൂടി കൈമാറിയ സാഹചര്യത്തിൽ ഏതായാലും കോടതിയുടെ അന്തിമ തീരുമാനം കാത്തിരിക്കുകയാണ് കേരളം. കോടതി എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നു എന്നത് പ്രോസിക്യൂഷന്റെ വാദം കൂടി ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.